മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇത്തവണ 53 ലക്ഷം തീർത്ഥാടകരാണ് അയ്യപ്പ ദർശനം നടത്തിയത്. എല്ലാ വകുപ്പുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തവണ പരാതിരഹിതമായി എല്ലാ തീർത്ഥാടകർക്കും സുഖദർശനം ഒരുക്കാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ദേവസ്വം ബോർഡ്. പുലർച്ചെ 5 മണിക്ക് നട തുറന്ന് കിഴക്കേ മണ്ഡപത്തിൽ ഗണപതി ഹോമം നടന്നു. തിരുവാഭരണ സംഘം തിരുവാഭരണ പേടകങ്ങളുമായി അയ്യനെ വണങ്ങി അനുവാദം വാങ്ങി പന്തളം കൊട്ടാരത്തിലേക്ക് മടക്കഘോഷയാത്ര തിരിച്ചു. തുടർന്ന് രാജപ്രതിനിധി സോപാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തി. ശേഷം മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി അയ്യപ്പനെ വിഭൂതി അഭിഷേകം നടത്തി കഴുത്തിൽ രുദ്രാക്ഷമാലയും കയ്യിൽ യോഗദണ്ഡും അണിയിച്ചു. ഹരിവരാസനം ചൊല്ലി വിളക്കുകൾ അണച്ച് മേൽശാന്തി ശ്രീകോവിലിന് പുറത്തിറങ്ങി നടയടച്ച് താക്കോൽക്കൂട്ടം രാജപ്രതിനിധിക്ക് കൈമാറി. $53 ലക്ഷത്തിലധികം ഭക്തരാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് അയ്യപ്പ ദർശനത്തിനായി എത്തിയത്. ഇതിൽ 10 ലക്ഷത്തോളം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് മുഖേനയാണ് ദർശനം നടത്തിയത്. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് ഇത്തവണ ശബരിമലയിൽ ഉണ്ടായതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ ദേവസ്വം വകുപ്പ് മന്ത്രി മുതൽ എല്ലാ വകുപ്പ് മന്ത്രിമാരും എല്ലാ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിമാരും അങ്ങനെ അതിന്റെ ഏറ്റവും ഒടുവിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വരെയുള്ള കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ നെറ്റ് റിസൾട്ടാണ് ശബരിമലയിൽ തവണത്തെ തീർത്ഥാടന കാലം ശുഭകരമായി പര്യവസാനിച്ചത്. പൊതുവായ ഒരു അന്തരീക്ഷം, അതിൽ ഭഗവാന്റെ കൂടി ഒരു അനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു അന്തരീക്ഷം കൃത്യമായി നിയോഗിക്കപ്പെട്ടു വന്നു. അങ്ങനെ ഇവിടെ എത്തിയ ഒരു ഭക്തന് പരാതി പറഞ്ഞ് സംതൃപ്തിയില്ലാതെ പോകുന്നൊരവസ്ഥ ഉണ്ടായില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ 110 കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചു. കാണിക്ക ഇനത്തിൽ മാത്രം 17 കോടി രൂപയാണ് കൂടുതൽ ലഭിച്ചത്. വാഹന പാർക്കിംഗ്, തീർത്ഥാടകർക്ക് വിരിവയ്ക്കുന്നതിനുള്ള പന്തലുകൾ, അന്നദാനം, കുടിവെള്ളം, പ്രസാദ വിതരണം, ഗതാഗതം തുടങ്ങി എല്ലാ മേഖലകളിലും മികച്ച സൗകര്യമൊരുക്കാൻ വിവിധ വകുപ്പുകൾക്ക് സാധിച്ചു. പോലീസിന്റെ സേവനവും ഇത്തവണ ശബരിമലയിൽ ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന തരത്തിലായിരുന്നു. മികച്ച ഒരു തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല നട അടയ്ക്കുമ്പോൾ ദർശന സായുജ്യം ലഭിച്ചതിന്റെ നിർവൃതിയിൽ തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിൽ അധികൃതരും ഇനി അടുത്ത മണ്ഡല മകരവിളക്ക് കാലത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങുകയാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട.